കേരള PSC നടത്തുന്ന ഡ്രൈവർ കാറ്റഗറിയിലേക്കുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത്, തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തുക. 1. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 5 പേരിൽ കൂടാത്തതും യാത്രക്കാരെ കൊണ്ടുപോകുന്നതുമായ വാഹനമാണ് M1 കാറ്റഗറി വാഹനം. M1 കാറ്റഗറി എന്താണെന്ന് നമ്മൾ നോക്കാം. M1 കാറ്റഗറി എന്നാൽ ഡ്രൈവർ സീറ്റിന് പുറമെ 8 സീറ്റുകളിൽ കൂടാത്ത യാത്രക്കാരുടെ വാഹനം, അതായത് ഇന്നോവ പോലുള്ള വാഹനമാണ് M1 കാറ്റഗറി വാഹനം. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് 5 പേരിൽ കൂടാത്തത് എന്നാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2. ചരക്ക് കൊണ്ടുപോകുന്നതും GVW വെയിറ്റ് 12 ടണ്ണിന് മുകളിലുള്ളതുമായ വാഹനമാണ് N3 കാറ്റഗറി വാഹനം. N3 കാറ്റഗറി വാഹനം എന്നാൽ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്, ശരിയാണ്. മോട്ടോർ വാഹനങ്ങളെന്നും മൊത്ത വാഹനത്തിൻ്റെ ഭാരം 12 ടണ്ണിൽ കൂടുതലാണെന്നും അർത്ഥമാക്കുന്നു. 12 ടണ്ണിൽ കൂടുതൽ. അന്നേരം നമുക്ക് നോക്കാം. N3 കാറ്റഗറി വാഹനം, N3 കാറ്റഗറി വാഹനം നമ്മൾ നോക്കാം. N3 കാറ്റഗറി വാഹനം ഇതാണ് ഉദ്ദേശിക്കുന്നത്. N3 കാറ്റഗറി വാഹനം ഇതാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ചരക്ക് കൊണ്ടുപോകുന്നത് അത് ശരിയാണ്. GVW 12 ടണ്ണിൽ മുകളിലുള്ളതുമായ വാഹനം, അന്നേരം അതും ശരിയാണ്. അന്നേരം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തത്, T3 കാറ്റഗറി വാഹനത്തിൻ്റെ പരമാവധി ഭാരം 3.5 ടണ്ണിനും 10 ടണ്ണിനും ഇടയിലാണ്. ഈ T3 കാറ്റഗറി വാഹനം, അന്നേരം നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. T3 കാറ്റഗറി വാഹനത്തിൻ്റെ T3 കാറ്റഗറി വാഹനം ചരക്ക് കൊണ്ടുപോകുന്നതിനും 3.5 ടണ്ണിൽ കൂടുതലും എന്നാൽ 10 ടണ്ണിൽ കൂടാത്തതുമായ വാഹനം, ട്രെയിലർ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതാണ് T3 വിഭാഗം. അന്നേരം സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റും ഇതും ശരിയാണ്. അന്നേരം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, T3 വാഹനത്തിൻ്റെ പരമാവധി ഭാരം എത്രയാണ്? നമ്മൾ പറഞ്ഞു T3 വാഹനം 3.5 ടണ്ണിനും 10 ടണ്ണിനും ഇടയിലുള്ളതാണ്. അന്നേരം T3 വാഹനത്തിൻ്റെ പരമാവധി ഭാരം 3.5 ടണ്ണിനും 10 ടണ്ണിനും ഇടയിലാണ്. മൂന്നാമത്തത്, തന്നിരിക്കുന്നതിൽ നിന്നും N2 കാറ്റഗറി വാഹനവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏത്? N2 കാറ്റഗറി എന്നാലെന്ന് നോക്കാം. N2 ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനം. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ് എന്നും മൊത്ത വാഹനത്തിൻ്റെ ഭാരം 3.5 ടണ്ണിൽ കൂടുതലും എന്നാൽ 12 ടണ്ണിൽ കൂടാത്തത്, 3.5യും 12 ടണ്ണും 3.5 to 12 ടണ്ണിൽ ഉള്ള വാഹനമാണ് N2 കാറ്റഗറി. അന്നേരം ഇതും സ്റ്റേറ്റ്മെൻറ്റ് 2ഉം ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 9 അതിൽ അധികമോ സീറ്റുകൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് M3. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 9 അതിലധികമോ, അതായത് ട്രാവലർ പോലുള്ള വാഹനങ്ങളാണ്. അന്നേരം M3 എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റുകൾ ഉൾപ്പെടുന്ന വാഹനമാണ്. അന്നേരം അതും സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അത് ട്രാവലർ പോലുള്ള വാഹനമാണ് M3 കാറ്റഗറി വാഹനം. ഇത് ശരിയാണ്. M3 കാറ്റഗറി വാഹനത്തിൻ്റെ GVW അതായത് വെയിറ്റ് 5 ടണ്ണിൽ താഴെ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഭാരം 5 ടണ്ണിൽ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷനിൽ 5 ടണ്ണിൽ കൂടുതലാണ്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് 5 ടണ്ണിൽ താഴെ ആയിരിക്കും. ഇത് തെറ്റാണ്. യാത്രക്കാരെ മാത്രം കൊണ്ടുപോകാൻ കഴിയുന്ന 4 ചക്രമുള്ള വാഹനമാണ് N കാറ്റഗറി വാഹനം. അന്നേരം നമ്മൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. N കാറ്റഗറി വാഹനം ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് കുറഞ്ഞത് 4 ചക്രങ്ങളെങ്കിലും ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ. അന്നേരം ചരക്ക് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്നു. ഈ സാധനങ്ങൾക്ക് പുറമെ ആളുകളെയും കൊണ്ടുപോകാം. എന്നാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് യാത്രക്കാരെ മാത്രം കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അന്നേരം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ M3 കാറ്റഗറി വാഹനം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. 3 വീലുകൾ ഉള്ള ഒരു ട്രാക്ടറിന് വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണ് T5. അത് ശരിയാണ്. T5ൻ്റെ ഡെഫിനിഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. T1 കാറ്റഗറി വാഹനത്തിൻ്റെ പരമാവധി ഭാരം 0.75 ടണ്ണിൽ കൂടുതലാണ്. T1 കാറ്റഗറി എന്താണ് നമ്മൾ നോക്കാം. ജസ്റ്റ് T1ൻ്റെ ഡെഫിനിഷൻ എന്താണ്? ചരക്ക് കൊണ്ടുപോകുന്നതിനും 0.75 ടണ്ണിൽ കൂടാത്ത മൊത്തം വാഹനത്തിൻ്റെ ഭാരം ഉള്ളതും. അന്നേരം മൊത്തം വാഹനത്തിൻ്റെ ഭാരം 0.75 കൂടാൻ പാടില്ല. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 7.5 ടണ്ണിൽ കൂടുതലാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകാനായി നിർമ്മിച്ച വാഹനങ്ങളാണ് T1 കാറ്റഗറി വാഹനങ്ങൾ. ഇതും ശരിയാണ്. അന്നേരം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ശരിയാണ്.